പ്രണയിക്കുവാനും പ്രണയ കഥകൾ കേൾക്കുവാനും ഇഷ്ടമില്ലാത്തവരായി ആരും തന്നെയില്ല. ആദ്യമായി തമ്മിൽ കണ്ടുമുട്ടിയ ഇടങ്ങൾ, ആ നിമിഷങ്ങൾ കമിതാക്കൾ ഒരിക്കലും മറക്കാറില്ല. രണ്ടുപേർ തമ്മിൽ പ്രണയിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ പലപ്പോഴും സ്നേഹം പരസ്പരം പങ്കിടാനും തങ്ങളുടെ സുഖദുഃഖങ്ങൾ ഇണയുമായി പങ്കുവെക്കാനും ഒക്കെയാണ്. എന്നാൽ എനിക്കിവിടെ പറയാനുള്ളത് വളരെ വ്യത്യസ്തമായ ഒരു പ്രണയകഥയാണ്. ഇവിടെ കമിതാക്കൾ തമ്മിൽ കണ്ടുമുട്ടുന്നതും പ്രണയിക്കുന്നതും അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കൊലപാതകങ്ങൾ, ബാങ്ക് റോബറി, കവർച്ച, കിഡ്നാപ്പിംഗ് ഇങ്ങനെയുള്ള നിയമവിരുദ്ധമായ പ്രവൃത്തികൾ ഒരുമിച്ച് ചെയ്യുവാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ? ബോണി എലിസബത്ത് പാർക്കർ എന്ന സുന്ദരിയായ അമേരിക്കൻ യുവതി, ഒരു പാവം തയ്യൽക്കാരുടെ മകൾ, ഒരു ദരിദ്ര കർഷക കുടുംബത്തിൽ ജനിച്ച ക്ലൈഡ് ചെസ്റ്റ്നട്ട് ബാരോ എന്ന ചെറുപ്പക്കാരൻ. ഇവർ രണ്ടുപേരും എങ്ങനെ 1930-നും 1934-നും ഇടയിൽ അമേരിക്കൻ ഭരണകൂടം പൊതുശത്രുക്കളായ കൊടും ക്രിമിനലുകൾ എന്ന് മുദ്രകുത്തിയ 100ഓളം ക്രിമിനൽസിൻ്റെ ലിസ്റ്റിൽ കടന്നുകൂടിയത് എങ്ങനെയാണ്? 1967 ഈ കമിതാക്കളുടെ കഥ ആർതർ പെൻ സംവിധാനം ചെയ്ത് വാറൻ ബീറ്റിയും ഫെയ്ഡൻ അവയും ചേർന്ന് മനോഹരമായി അഭിനയിച്ച് ബോക്സ് ഓഫീസിൽ വൻ ഹിറ്റായി മാറി ബോണി ആൻഡ് ക്ലൈഡ് എന്ന സിനിമ ഉണ്ടായി. 2019 നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ദി ഹൈവേ മാൻ, ഈ ചിത്രത്തിൻ്റെയും ഇതിവൃത്തത്തിന് ആധാരമായ ബോണി പാർക്കറിൻ്റെയും ക്ലൈഡ് ബാരോയുടെയും ജീവിത കഥ അത് നാം അറിയേണ്ടത് തന്നെയാണ്. നമ്മുടെ നായിക ബോണി പാർക്കർ 1910 അമേരിക്കയിലെ ടെക്സസിൽ ഒരു ഇഷ്ടികപ്പണിക്കാരനായിരുന്ന ചാൾസ് റോബർട്ട് പാർക്കറിൻ്റെ മകളായിട്ട് ജനിക്കുന്നു. അവളുടെ 4-ാം വയസ്സിൽ തന്നെ പിതാവ് മരിച്ചുപോയി. മാതാവ് എമ്മ പാർക്കർ തൻ്റെ 2 മക്കളെയും കൊണ്ട് വെസ്റ്റ് ഡാളസിലേക്ക് താമസം മാറ്റുന്നു. അവിടെ അവർ തുന്നൽ ജോലികൾ നടത്തി മക്കളെ പോറ്റി. ബോണി പാർക്കർ നന്നായി കവിതകൾ എഴുതുമായിരുന്നു. ദി സ്റ്റോറി ഓഫ് സൂയിസൈഡ് സാൾ, ദി ട്രയൽ എൻഡ്സ്, സ്റ്റോറി ഓഫ് ബോണി ആൻഡ് ക്ലൈഡ് ഇങ്ങനെയുള്ള മനോഹരമായ കുറേ കവിതാശില്പങ്ങൾ. മാത്രമല്ല ഹൈസ്കൂൾ പഠനകാലത്ത് താനൊരു നല്ല നടിയാണ് തെളിയിക്കത്തക്ക രീതിയിൽ നാടകങ്ങളിലും സ്കിറ്റുകളിലുമൊക്കെ അഭിനയിക്കുമായിരുന്നു. ഭാവിയിൽ അറിയപ്പെടുന്ന ഒരു താരമാകണം എന്നൊക്കെ അവൾ ചെറുപ്പത്തിൽ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പാർക്കർ റോയി ടാൻഡർ എന്നൊരു ചെറുപ്പക്കാരനുമായി കണ്ടുമുട്ടുകയും അവർ തമ്മിൽ പ്രണയത്തിലാകുന്നു. അധികം വൈകാതെ തന്നെ ആ പ്രണയം വിവാഹത്തിലേക്ക് കലാശിക്കുകയും ചെയ്യുന്നു. 16-ാമത്തെ വയസ്സിൽ തന്നെ ജീവിതം എന്തെന്ന് തിരിച്ചറിയാനുള്ള വകതിരിവും ത്രാണിയും ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ വിവാഹ ജീവിതത്തിൽ അകപ്പെട്ട ബോണി ക്ലൈഡിൻ്റെ ജീവിതം നാശത്തിലേക്കുള്ള വഴിത്തിരിവായിരുന്നു. വിവാഹശേഷം റോയി ടാൻഡൻ അപൂർവമായി ബോണിയെ കാണുവാനായി അവരുടെ അടുക്കൽ എത്താറുണ്ടായിരുന്നുള്ളൂ. അയാൾ പോലീസിൻ്റെ നോട്ടപ്പുള്ളിയായ ഒരു കവർച്ചക്കാരനായിരുന്നുവെന്ന് വളരെ വൈകിയാണ് ബോണി അറിയുന്നത്. 1930-കളിലെ അമേരിക്കൻ സാമ്പത്തിക മാന്ദ്യം ഇതുപോലെ ഒട്ടേറെ കുറ്റവാളികളെ സമൂഹത്തിൽ സൃഷ്ടിച്ചെടുത്തിരുന്നു. ഈ റോയി ടാൻഡൻ ഒരിക്കൽ പോലീസിൻ്റെ വലയിലായി ജയിലിൽ അടയ്ക്കപ്പെടുന്നു. പല ആവർത്തി ജയിൽ ചാടുവാനായിട്ട് അയാൾ ശ്രമിക്കുകയും അങ്ങനെ ഒരു ശ്രമത്തിനിടയിൽ പോലീസിൻ്റെ വെടിയുണ്ടകളേറ്റ് അയാൾ മരണപ്പെടുന്നു. ബോണി പാർക്കറിൻ്റെ വിരലിൽ റോയി ടാൻഡൻ ധരിപ്പിച്ച വിവാഹമോതിരം മാത്രം ബാക്കിയായി അവളീ ലോകത്ത് ഒറ്റപ്പെട്ടു കഴിഞ്ഞു. ശേഷം അമ്മയും കൂട്ടി ഡാളസിലേക്ക് മടങ്ങിയെത്തി അവിടെ ഒരു ബിയർ പാർലറിൽ സെർവിംഗ് ഗേളായി ജോലി നോക്കി. ഡാളസിലെ ഏകാന്തതയും നൈരാശ്യവും നിറഞ്ഞ ജീവിതത്തെപ്പറ്റി 1929 ബോണി കുറിച്ച ചില ഡയറി കുറിപ്പുകളിൽ നിന്നും ലോകത്തിന് മനസ്സിലായി. ക്ലൈഡ് ചെസ്റ്റ്നട്ട് ബാരോ ടെക്സസിലെ ടെൽക്കോ എന്ന പട്ടണത്തിൽ 1909 ജനിച്ചത്.
ഒരു ദരിദ്ര കർഷകനായിരുന്ന ഹെൻറി ബാരോയുടെയും കുമിത്തല വാക്കറിൻ്റെയും 7 മക്കളിൽ 5ാമനാണ് ക്ലൈഡ്. 1920 ക്ലൈഡിൻ്റെ കുടുംബം ഡാളസിലേക്ക് കുടിയേറി പാർക്കുന്നു. ഒരു വീട് വാങ്ങുവാനോ വാടകയ്ക്കെടുക്കുവാനോ ഉള്ള പണം ഇല്ലാതിരുന്നതിനാൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അവർ താമസിച്ചിരുന്നത് പാർക്ക് ചെയ്യപ്പെട്ടിരുന്ന വണ്ടികളുടെ അടിയിലായിരുന്നു എന്നോർക്കുമ്പോൾ നോക്കുക അവരുടെ ദാരിദ്ര്യത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന്. ക്ലൈഡിൻ്റെ 17ാം വയസ്സിൽ തന്നെ താൻ വാടകയ്ക്കെടുത്ത കാറിൻ്റെ പണം കൃത്യമായി തിരിച്ചടയ്ക്കാത്തതിനെ തുടർന്ന് പരാതി കിട്ടിയിട്ട് പോലീസ് ക്ലൈഡിനെ പിടിക്കുവാനായിട്ട് വരുന്നു. ആ 17 വയസ്സുകാരൻ പയ്യൻ പോലീസിൻ്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എങ്കിലും പോലീസ് ഓടിച്ചിട്ട് ക്ലൈഡിനെ പിടിച്ച് അഴികൾക്കുള്ളിലാക്കി. വലിയ ക്രിമിനൽ കുറ്റങ്ങളൊന്നും എന്തെന്ന് പോലും അറിയാത്ത പ്രായത്തിൽ ജയിലിലാക്കപ്പെട്ടിട്ട് പിന്നീട് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും ഒരു സ്വാഭാവികമായ കുറ്റവാളി ആയാൽ എന്താണ് കുഴപ്പമെന്ന് അയാൾ തന്നെ ചിന്തിച്ചു തുടങ്ങി. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ക്ലൈഡ് ധനകാര്യ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുവാനും കാർ മോഷണങ്ങൾ ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. നിയമവ്യവസ്ഥയോടുള്ള ഭയമേ ക്ലൈഡിനെ തീരെ ഇല്ലാതായി പോയിരുന്നു. ഈ സമയത്താണ് യാദൃച്ഛികമായി തൻ്റെ കാമുകിയെ കാണുവാനായി അവളുടെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സുന്ദരിയെ ക്ലൈഡ് കണ്ടുമുട്ടുന്നത്. ക്ലൈഡിനെ കണ്ട് ബോണി പാർക്കർ ഒന്ന് പുഞ്ചിരിച്ചു. ക്ലൈഡ് തിരിച്ചും. അവർ തമ്മിൽ ആദ്യ സംഗമത്തിൽ തന്നെ തമ്മിൽ അകലാനാവാത്ത എന്തോ ഒരു ബന്ധം തങ്ങളിൽ ഉണ്ടെന്ന് അവർക്ക് തന്നെ തോന്നുകയും അവർ അഗാധമായ പ്രണയത്തിലേക്ക് ഇഴുകിച്ചേരുകയും ചെയ്തു. അവർ സ്വകാര്യമായി പലയിടത്തും പല സ്ഥലങ്ങളും പരസ്പരം കണ്ടുമുട്ടി ഒരുമിച്ചിരുന്ന് തങ്ങളുടെ യാതനകൾ പരസ്പരം പങ്കുവച്ചു. വെറുതെയാണെങ്കിലും മനോഹരമായ കുറെ സ്വപ്നങ്ങളും നെയ്തു. ഒരു വാഹന മോഷണ കേസിൽ ക്ലൈഡിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ദയനീയമായ ക്ലൈഡിൻ്റെ നോട്ടത്തിൽ പോലീസുകാർ കൊണ്ടുപോകുന്ന ആ കുറ്റവാളി തൻ്റെ ജീവൻ്റെ ജീവനാണെന്ന് അവൾ തിരിച്ചറിയുന്നു. ഒരുമിച്ച് ജീവിക്കുവാനായി ക്ലൈഡിൻ്റെ കൂടെ എന്തും ചെയ്യുവാനായിട്ട് ബോണി പാർക്കർ തീരുമാനമെടുത്തു. ജയിലിലാക്കപ്പെട്ട ക്ലൈഡിനെ ഒരു സഹതടവുകാരൻ ലൈംഗികമായി പീഡിപ്പിക്കുന്നു. കയ്യിൽ കിട്ടിയ ഒരു ഇരുമ്പ് പൈപ്പ് ഉപയോഗിച്ച് അയാളുടെ തല തല്ലിത്തകർത്ത് ജീവിതത്തിൽ ആദ്യമായി ക്ലൈഡ് ഒരു കൊലപാതകം ചെയ്തു. കൊലപാതക കേസിൽ ക്ലൈഡിന് ജീവപര്യന്ത ശിക്ഷ വിധിക്കപ്പെട്ടു. ഈ ശിക്ഷാ സമയത്ത് ജയിലിനുള്ളിൽ കടുത്ത മാനസിക സമ്മർദ്ദത്തിനും പുറമെ കഠിനമായ ജോലികളും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടുവാനായി ക്ലൈഡ് തൻ്റെ കാലിലെ 2 വിരലുകൾ സ്വയം മുറിച്ചു മാറ്റുന്നു. വികലാംഗനായിപ്പോയതുകൊണ്ട് തൽക്കാലം കഠിന ജോലികളിൽ നിന്നും ക്ലൈഡിനെ മാറ്റി നിർത്തേണ്ടതായി വന്നു. അതേസമയം ക്ലൈഡിൻ്റെ ജയിൽ മോചനത്തിനായി അമ്മയും നിയമപരമായ നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അത് വിജയത്തിലെത്തി 1932 ഫെബ്രുവരി 2 ക്ലൈഡിനെ പരോൾ അനുവദിച്ചു. അന്നത്തെ അയാളുടെ മുഖം കണ്ടിട്ട് തൻ്റെ സഹോദരി അയാളുടെ മുഖത്ത് നോക്കി ഭയപ്പാടോടുകൂടി ഇങ്ങനെ പറയുകയുണ്ടായി, എപ്പോഴും ദൈന്യതയാർന്ന നിഷ്കളങ്കമായ മുഖഭാവമായിരുന്നു എൻ്റെ സഹോദരന്. ഇപ്പോൾ അവനൊരു ക്രൂരനും ഭീകരനുമായി കാണപ്പെടുന്നു. അതെ, അത് സത്യം തന്നെയാണ്. ഈസ്റ്റ് ഹാം ജയിലിനുള്ളിൽ ക്ലൈഡിന് അനുഭവിക്കേണ്ടി വന്ന ദുരന്തങ്ങൾ ക്ലൈഡിനെ ഒരു കൊടും കുറ്റവാളിയാക്കി മാറ്റിയിരുന്നു. പിന്നീട് അയാൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ മുഴുവനും സമ്പത്ത് വർദ്ധിപ്പിക്കാനും കീർത്തി നേടാനും വേണ്ടി ഒന്നുമായിരുന്നു. നിയമവ്യവസ്ഥക്കെതിരെയുള്ള പ്രതികാരം മാത്രമായിരുന്നു പിന്നീട് ക്ലൈഡിൻ്റെ നിയമവിരുദ്ധമായ ജീവിതം മുഴുവൻ. ക്ലൈഡിൻ്റെ ഈ തീരുമാനമറിഞ്ഞപ്പോൾ കണ്ണുനീരോടുകൂടി ബോണി പാർക്കർ ക്ലൈഡിനെ ആലിംഗനം ചെയ്തു. ഇരുവരും കണ്ണുനീരിൽ കുതിർന്ന് ആലിംഗനബദ്ധരായി അധോലോകത്തിൻ്റെ വാതായനങ്ങൾക്കുള്ളിലേക്ക് ചുവടുവെച്ചു തുടങ്ങി. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അവരുടെ സഹായത്തിന് ക്ലൈഡിൻ്റെ ഒരു സഹതടവുകാരനും സ്നേഹിതനുമായിരുന്ന റാൾഫ് ഫുഡ്സും ഉണ്ടായിരുന്നു. അതിനുശേഷം ക്ലൈഡിൻ്റെ സ്വന്തം സഹോദരൻ ഉൾപ്പെടെ ഒരുപാട് അംഗങ്ങൾ ഈ സംഘത്തിലേക്ക് താല്പര്യപൂർവ്വം ജോയിൻ ചെയ്യുകയുണ്ടായി. ആ യുദ്ധത്തിന് വേണ്ട ആയുധങ്ങളും പണവും ശേഖരിക്കുവാനായി അവർ കവർച്ചകളും തട്ടിക്കൊണ്ടുപോകലുകളും കാർ മോഷണങ്ങളും ഒക്കെ പതിവാക്കി.
കൗഫ്മാനിലെ ഒരു ഹാർഡ്വെയർ കടയിൽ നടത്തിയ കവർച്ചയിൽ ബോണിയും റാൽഫും പിടിക്കപ്പെട്ടു. ആ കടയിൽ നിന്നും തോക്കുകൾ മോഷ്ടിക്കുവാനായിരുന്നു അവരുടെ ലക്ഷ്യം. റാൽഫ് ശിക്ഷിക്കപ്പെട്ടെങ്കിലും ബോണി പാർക്കറിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതിക്ക് വെറുതെ വിടേണ്ടി വന്നു. 1932 ഏപ്രിൽ 30 ഹിൽസ്ബോറോയിൽ കമിതാക്കൾ ചേർന്ന് ഒരു കടയിൽ കവർച്ച നടത്തി. അന്ന് ക്ലൈഡിനെ ഡ്രൈവിംഗ് സീറ്റിലിരുത്തി തങ്ങളെ എതിർക്കുവാൻ ശ്രമിച്ച കടയുടമയെ നിഷ്കരണം നിറയൊഴിച്ച് വധിച്ചതിന് ശേഷം പണപ്പെട്ടിയുമായി തിരികെ ഓടി കാറിൽ കയറി വിജയശ്രീലാളിതയായി പിസ്റ്റോളിൽ ഒരു ചുംബനവും കൊടുത്തുകൊണ്ട് ബോണി പാർക്കർ ക്ലൈഡിനോടെ വണ്ടി വിടുവാനായിട്ട് ആംഗ്യം കാണിക്കുന്നു. ബാരോ സംഘത്തിനെ സഹായത്തിനായി എന്തിനും പോകുന്ന കുറെ പേർ കൂടി ജോയിൻ ചെയ്തു. റെയ്മണ്ട് ഹാമിൽട്ടൺ, റോസ് ഡയർ, ക്ലൈഡിന്റെ തന്നെ സഹോദരൻ ബക്ക് ബാരോ, ഇവരെല്ലാം കൂടി ഒരുമിച്ചതോടുകൂടി പോലീസുകാരുടെ തലവേദനയും പേടിസ്വപ്നവുമായി ബാരോ സംഘം മാറി തുടങ്ങി. ഓഗസ്റ്റ് മാസം 5-ാം തീയതി ഒക്ലഹോമയിലെ സ്ട്രീറ്റിൽ ഒരു വൈൻ ഷോപ്പിൽ ബാരോ സംഘം മൂൺഷൈൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ മാർക്സ് വെൽസൺ, മൂർ എന്നിങ്ങനെ പേരുകളുള്ള രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തങ്ങളെ സമീപിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ ബാരോ സംഘം ഒട്ടും ആലോചിക്കാതെ തന്നെ അവരുടെ നേർക്ക് വെടിയുതിർത്തു. ആക്രമണത്തിൽ മൂർ കൊല്ലപ്പെട്ടു. ബാരോ സംഘം കൊലപ്പെടുത്തിയ ആദ്യത്തെ നിയമപാലകനാണ് മിസ്റ്റർ മൂർ. അതിനുശേഷം നടന്ന തുറന്ന യുദ്ധത്തിൽ 9 നിയമപാലകരെ കൂടി പിന്നീട് കൊല ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ബാരോ സംഘത്തിന്. ക്ലൈഡ് ബാരയുടെ ഒരു ബാല്യകാല സുഹൃത്തായിരുന്നു W.D. ജോൺസ്. ജോൺസും കൂടി ബാരോയുടെ സംഘത്തിലേക്ക് വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. 1930 ഒരു ക്രിസ്മസ് ദിനത്തിൽ ഒരു കാർ മോഷണത്തിനിടെ ജോൺസും ക്ലൈഡും ചേർന്ന് ആ കാറിന്റെ ഉടമസ്ഥനായ ഡോയലിനെ കൊലപ്പെടുത്തി. ഈ കേസ് കൈകാര്യം ചെയ്ത ഡെപ്യൂട്ടി ഓഫീസർ മാൽക്കം ജോൺസിനെയും ക്ലൈഡിനെയും കുരുക്കുവാനായി ഒരു കെണിയൊരുക്കുന്നു. എന്നാൽ അതിവിദഗ്ധമായി മാൽക്കത്തെ കൊന്നു തള്ളിക്കൊണ്ട് ജോൺസും ക്ലൈഡും അവിടുന്ന് രക്ഷപ്പെട്ടു. അതിനുശേഷം മാർച്ച് 22 ക്ലൈഡിന്റെ സഹോദരൻ ബക്ക് ജയിൽ വിമോചനാവുന്നു. അന്ന് ബോണിയും ക്ലൈഡും ജോൺസും ഒക്കെ മിസൂറിയിലെ ഓക്രിഡ്ജ് ഡ്രൈവിൽ ഒളിച്ച് താമസിക്കുകയായിരുന്നു. അവരെ കാണുവാനായി ബക്ക് അവിടെ എത്തുന്നു. ജയിൽ വിമോചനത്തിന്റെ സന്തോഷാവസരത്തിൽ ക്ലൈഡ് ഒരു ഗംഭീര പാർട്ടി അവിടെ നടത്തുന്നു. കേസ് കണക്കിന് ബിയർ ബോട്ടിലുകൾ കാലിയായി. രാത്രി മുഴുവൻ സുഹൃത്തുക്കൾ വന്നും പോയിക്കൊണ്ടേയിരുന്നു. മദ്യപിച്ച് ലക്കുകെട്ട് ഒച്ചപ്പാടും ചീട്ടുകളിയുമൊക്കെയായി അവർ ആഘോഷത്തിമിർപ്പിലായിരുന്നു. ഇടയ്ക്കെപ്പോഴും റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന ക്ലൈഡിന്റെ കയ്യിൽ നിന്നും തൻ്റെ സന്തത സഹചാരിയായ ബ്രൗണിംഗ് ഓട്ടോമാറ്റിക് ഗൺ BAR ഗണ്ണിൽ നിന്നും അറിയാതെ വെടിപൊട്ടി. വെടിയൊച്ച കേട്ട് അയൽക്കാർ പേടിച്ചു വിറച്ചു. ആരോ ഒരാൾ പോലീസിനെ വിളിച്ച് വിവരം ധരിപ്പിച്ചു. ഇവിടെ ഏതോ ഭീകരവാദികൾ ഒളിച്ച് താമസിക്കുന്നുണ്ട്. കിട്ടിയ വിവരമനുസരിച്ച് പോലീസ് സംഘം ബാരോയുടെയും സംഘത്തിൻ്റെയും താമസിച്ചിരുന്ന താവളം വളഞ്ഞു. അപകടം മണത്തെറിഞ്ഞ ബാരോയും സംഘവും ഒട്ടും ആലോചിക്കാതെ പോലീസ് സംഘത്തിന് നേരെ അപ്രതീക്ഷിതമായി ആക്രമണം അഴിച്ചുവിട്ടു. ഡിറ്റക്റ്റീവ് ഹാരിയും കോൺസ്റ്റബിൾ JW ഹാരിമാനും വെടിയുണ്ടകളേറ്റ് രക്തത്തിൽ കുളിച്ചു. ഹാരി ഓൺ ദ സ്പോട്ടിൽ തന്നെ മരിക്കുകയുണ്ടായി. ബോണി പാർക്കറും തൻ്റെ 30 ഇഞ്ച് സ്പ്രിംഗ് ഫീൽഡിൽ നിന്നും തുരുതുര വെടിയുതിർത്തുകൊണ്ടേയിരുന്നു. GB ഹഗ്ലർ എന്നൊരു ഉദ്യോഗസ്ഥൻ ബോണി പാർക്കറിന്റെ വെടിയുണ്ടകളിൽ നിന്നും രക്ഷ നേടുവാനായി ഒരു ഓക്കുമരത്തിന്റെ മറവിലേക്ക് മറഞ്ഞിരിക്കുന്നു. എന്നാൽ വെടിയുണ്ടകളേറ്റ് ഓക്കുമരത്തിന്റെ കഷ്ണങ്ങൾ ചിതറി അദ്ദേഹത്തിന്റെ ദേഹത്ത് പതിക്കുകയുണ്ടായി. അപ്രതീക്ഷിതമായ പ്രത്യാക്രമണത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന പോലീസ് സംഘം നോക്കി നിൽക്കെ അവർ കാറിൽ കയറി രക്ഷപ്പെടുന്നു. കാറിന് പിന്നാലെ ഓടി വന്ന ബോണിയുടെ പ്രിയ വളർത്തുനായി സ്നോബോളിനെയും ഡോർ തുറന്ന് അവർ ഉള്ളിലാക്കി അവിടെ നിന്നും രക്ഷപ്പെട്ടു. അപ്പാർട്ട്മെന്റ് സെർച്ച് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കുറച്ച് ആയുധങ്ങളും ബോണി പാർക്കറിന്റെ മനോഹരമായ കവിതകളും ഒരു ക്യാമറയും മാത്രം അവർക്ക് ലഭിച്ചു. ആ ക്യാമറയ്ക്കുള്ളിൽ നിന്നും ഡെവലപ്പ് ചെയ്ത ചില ചിത്രങ്ങൾ പിറ്റേന്ന് US പ്രധാന ദിനപത്രങ്ങളിലൊക്കെ അടിച്ചു വന്നു. കയ്യിൽ പിസ്റ്റളും ചുണ്ടിൽ എരിയുന്ന സിഗാറുമായി നിൽക്കുന്ന സുന്ദരി
കണ്ടവരുടെ എല്ലാം ഉള്ളിൽ അമ്പരപ്പും ഭീതിയും. അങ്ങനെ ഇരിക്കെ ബോണി പാർക്കറിനെ ഒരു കാർ ആക്സിഡന്റിൽ അവളുടെ കാറ് അഗാധമായ ഒരു കൊക്കയിലേക്ക് മറിയുകയാണ് ഉണ്ടായത്. അങ്ങനെ കാറിനെ തീ പിടിച്ചു. അത്ഭുതകരമായി ജീവൻ മാത്രം തിരിച്ചു കിട്ടിയ ബോണി പാർക്കറിന്റെ കാലിൽ അസ്ഥി വരെ ദൃശ്യമാകത്തക്ക രീതിയിലെ പൊള്ളലുണ്ടായിരുന്നു. നടക്കുവാൻ തീരെ അവശയായ ബോണിയെ ക്ലൈഡ് തോളിലേറ്റി നടക്കുമായിരുന്നു. ബോണി ക്ലൈഡ് ദമ്പതിമാരുടെ ഗ്യാങ് അംഗങ്ങളുടെ ആത്മാർത്ഥതയും തൻ്റെടവും അവസരബുദ്ധിയും കാരണം ഒരിക്കലും നിയമത്തിന് അവരെ വരുതി നിർത്തുവാനായിട്ട് കഴിഞ്ഞതേയില്ല. ഒടുവിൽ തീരെ ഗതികെട്ടിട്ട് ടെക്സസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കറക്ഷൻസ് തങ്ങളുടെ ഒരു മുൻ റേഞ്ചറായിരുന്ന ക്യാപ്റ്റൻ ഫ്രാങ്ക് ഹാമറിനെ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെയും വിശദീകരിച്ചിട്ട് അദ്ദേഹത്തോട് സഹായം അഭ്യർത്ഥിക്കുന്നു. അയാളാകട്ടെ ഈ ഉദ്യമം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തു. കാഴ്ചയിൽ മെലിഞ്ഞിട്ട് നല്ല ഉയരമുള്ളവനായ ഹാമർ അധികം സംസാരിക്കുന്ന പ്രകൃതമല്ല. യാതൊരു വിധമായ അഴിമതികളിലും പെടാതെ തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിശ്ചയദാർഢ്യത്തോടുകൂടി ചെയ്ത ചരിത്രം മാത്രമാണ് ഈ ഹാമറിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഉടനീളം. ഹാമർ ഒരു നിഴലായി ബോണി പാർക്കറിന്റെയും ക്ലൈഡിന്റെയും ഗ്യാങ്ങിന്റെ പിന്നാലെ പിന്തുടരാൻ തുടങ്ങി. 1934 ഏപ്രിൽ 1 അതൊരു ഈസ്റ്റർ ദിന സൺഡേ ആയിരുന്നു. ടെക്സസിലെ ഗ്രേപ്പ് വൈനിൽ ഹൈവേ പട്രോൾ ജീവനക്കാരനായിരുന്ന HD മർഫിയും ബ്രയൻ വീലറും മോട്ടോർ സൈക്കിളിൽ സൗത്ത് ലേക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. തങ്ങൾക്ക് നേരെ ആരോ വെടിയുതിർത്തു എന്ന് മനസ്സിലാക്കി പെട്ടെന്ന് മോട്ടോർ ബൈക്കുകൾ നിർത്തിയതിനു ശേഷം അവർ സമീപത്തുള്ള കെട്ടിടങ്ങളുടെ പിന്നിലേക്ക് മറിഞ്ഞ് രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കുന്നത്. ബോണി ക്ലൈഡ് സംഘത്തിന്റെ ഹാൻഡ് ഗണ്ണും ഷോട്ട് ഗണ്ണും നിമിഷ നേരം കൊണ്ട് തുരുതുര തീ തുപ്പി ഇരുവരെയും ഒരു ദാക്ഷിണ്യമില്ലാതെ വധിച്ചു. ആ മൃതശരീരങ്ങളുടെ ചിത്രങ്ങൾ പിറ്റേന്ന് ദിനപത്രത്തിലൂടെ കണ്ട അമേരിക്കൻ ജനത ഒന്നാകെ അപലപിക്കുന്നു. സംഭവത്തിന്റെ ദൃക്സാക്ഷിയായ ഒരു കർഷകൻ പറഞ്ഞത് ഇങ്ങനെയാണ്: മർഫിയുടെ തല ഒരു റബ്ബർ പന്ത് പോലെ തെറിക്കുന്നത് കണ്ടിട്ട് ബോണി പാർക്കർ അത് നന്നായി കണ്ട് ചിരിയോടുകൂടി ആസ്വദിക്കുന്നുണ്ടായത്രേ. ഈ പ്രശ്നം കഴിഞ്ഞപ്പോഴേക്കും പൊതുജനം ബാരോ സംഘത്തിനെതിരെ തിരിഞ്ഞു. സർക്കാരിന് നേരെ അവർ പ്രതിഷേധങ്ങൾ ഉയർത്തി. ക്ലൈഡ് ബാരോ സംഘത്തിന്റെ മൃതദേഹങ്ങളെങ്കിലും നൽകാൻ കഴിയുന്നവർക്ക് ഗവൺമെന്റ് $1000 വാഗ്ദാനം ചെയ്തു. ടെക്സർ ഗവർണർ മാഫർ ഗൂസൺ ഓരോ തലയ്ക്കും $500 വീതം പ്രത്യേകമായും പ്രഖ്യാപിച്ചു. ഇതിന് മറുപടിയായി ബാരോ സംഘം ചെയ്തത് പോലീസ് മേധാവിയായിരുന്ന പെഴ്സി ബോയ്ഡിനെ തട്ടിക്കൊണ്ടുപോയി. സമൂഹമാകെ ഒരു ഇളക്കം സൃഷ്ടിച്ചതിന് ശേഷം അയാളെ ജീവനോടെ വിട്ടയക്കുന്നു. കിഡ്നാപ്പ് സംഘത്തിന്റെ കയ്യിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങിയെത്തിയ പോലീസ് ഉദ്യോഗസ്ഥനെ കിഡ്നാപ്പിംഗ് സംഘം പുതിയൊരു ഷർട്ടും കുറച്ച് $കളും നൽകിയാണ് അയച്ചത്. ബോണി പാർക്കർ അയാളുടെ നെറ്റിയിലേക്ക് പിസ്റ്റോൾ ചൂണ്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ സിഗരറ്റ് വലി നിർത്തിയെന്ന് താങ്കളുടെ മേലധികാരിയോട് പോയി പറയണം. എന്നാൽ ഇതിനിടെ ഈ സംഘത്തെ രഹസ്യമായി നിരീക്ഷിക്കാറുണ്ടായിരുന്ന ഹാമർ അവർ സ്ഥിരം സന്ദർശിക്കാറുണ്ടായിരുന്ന 6 സ്പോട്ടുകൾ ലൊക്കേറ്റ് ചെയ്തു. ഒരിക്കൽ ലൂസിയാനയിലെ തങ്ങളുടെ സംഘാംഗമായിരുന്ന മെർച്ചിന്റെ കുടുംബം സന്ദർശിക്കുവാനായിട്ട് ബാരോ സംഘം പ്ലാൻ ചെയ്തിട്ടായി ഹാമറിനെ വിവരം കിട്ടുന്നു. അങ്ങനെ 1934 മെയ് 21 ഹാമർ 6 പേരടങ്ങുന്ന ഒരു സായുധ സംഘവുമായി ബോണി ക്ലൈഡ് ഗ്രൂപ്പിനെ തീർക്കുവാനായിട്ട് നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട് ലൂസിയാന സ്റ്റേറ്റ് ഹൈവേ 154 പലയിടത്തായി പതുങ്ങിയിരുന്ന് ക്ലൈഡ് ബാരോ സംഘത്തിന്റെ കാറിന് നേരെ അപ്രതീക്ഷിതമായി ആക്രമണം അഴിച്ചുകൊടുത്തു. പ്രതികരിക്കാനുള്ള ഒരു നിമിഷത്തെ ഇടവേള പോലും നൽകാതെ ബാരോയുടെ ഫോർഡ് V8 കാറിന് നേരെ പോലീസ് സംഘം തുരുതുര നിറയൊഴിച്ചു. വെടിയുണ്ടകളേറ്റ് കാറിന്റെ ബോഡി അരിപ്പ പോലെയായി. ഈ വെടിയൊച്ചയുടെ ശബ്ദത്താൽ കുറെ നേരത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ ബധിരരായിരുന്നു എന്നുവരെ പറയപ്പെടുന്നു. വാഹനം നിർത്തപ്പെട്ടു. അതിനുള്ളിലെ ആരെയും പോലീസ് സംഘത്തിന് കാണുവാൻ കഴിയുന്നില്ല. എങ്ങും പുകമറ മാത്രം. രാത്രി 9 മണിക്ക് നടത്തിയ ആക്രമണത്തിന് ശേഷം അടുത്ത 2 ദിവസത്തോളം കാറിനുള്ളിലെ അംഗങ്ങളെക്കുറിച്ച് പോലീസ് സേനയ്ക്ക് യാതൊരു വിവരവും ലഭിച്ചില്ല.
കാറിൻ്റെ ഡോറുകൾ എന്നാൽ തുറന്ന നിലയിൽ തന്നെയായിരുന്നു. ഹാമറിന് ഉറപ്പായിരുന്നു ഈ പ്രതികൾ ആ പരിസരം വിട്ട് അധികമൊന്നും ദൂരെ പോയി കാണുവാനായിട്ട് സാധ്യതയില്ല എന്ന്. അദ്ദേഹം കൂടെയുള്ള ഉദ്യോഗസ്ഥരുമായി പോലീസ് ട്രക്കിൽ ആ സ്ഥലത്തു നിന്നും പിൻവാങ്ങുന്നു. കുറച്ച് നിമിഷങ്ങൾ ആ പരിസരമൊക്കെ ഒന്ന് കറങ്ങിയതിന് ശേഷം അതിവേഗതയിൽ ആ സ്പോട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഹാമർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ക്ലൈഡ് ബാരോ. കാറ് സ്റ്റാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അടുത്തുള്ള ഒരു കുറ്റിക്കാട്ടിൽ 2 ദിവസങ്ങളായി അവർ ഒളിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ തീർത്തും അവശരായി അവിടെ നിന്ന് രക്ഷപ്പെടുവാനുള്ള അവസാനത്തെ ശ്രമമായിട്ട് കാർ സ്റ്റാർട്ട് ചെയ്തതും ഹാമറിൻ്റെ സംഘത്തിലെ ഓക്ലി എന്ന ഉദ്യോഗസ്ഥൻ ക്ലൈഡ് ബാരോയുടെ നെറുകയിലേക്ക് നിർത്താതെ നിറയൊഴിച്ചു. അമേരിക്കൻ ജനതയാകെ, അമേരിക്കൻ പോലീസിനാകെ കുറേ കാലമായി തലവേദനയായും സമൂഹത്തെ ഭീതിയിലാഴ്ത്തിയിരുന്ന ക്ലൈഡ് ബാരോ സംഘത്തിൻ്റെ കിരീടം വെക്കാത്ത രാജാവ് ഒറ്റ നിമിഷം കൊണ്ട് തല ചിന്നിച്ചിതറി ഡ്രൈവിംഗ് സീറ്റിൽ രക്തത്തിൽ കുളിച്ച് കവിഴ്ന്നു വീണു. സമീപത്തു നിന്നും ബോണി പാർക്കറിൻ്റെ നിലവിളി ഉയർന്നു. ഹാമർ സംഘത്തിൻ്റെ ഓട്ടോമാറ്റിക് റൈഫിളുകളും ഹാൻഡ് ഗണ്ണുമൊക്കെ നിർത്താതെ ചിലച്ചുകൊണ്ടേയിരുന്നു. 3-4 മിനിറ്റ് അതിനുള്ളിൽ എല്ലാം അവസാനിച്ചു. സംഭവത്തിന് ശേഷം ആ സ്ഥലത്തു നിന്നും എടുത്ത വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും കാറിൽ 112 വെടിയുണ്ട ദ്വാരങ്ങളും ക്ലൈഡ് ബാരോയുടെ ശരീരത്തിൽ 17 ആഴത്തിലുള്ള മുറിവുകളും ബോണി പാർക്കറിൻ്റെ ശരീരത്തിൽ 26 വെടിയുണ്ടകൾ തുളച്ചു കയറിയ മുറിവുകളും കണ്ടെത്തുകയുണ്ടായി. കടുത്ത ദാരിദ്ര്യത്തിൽ ജനിച്ച് തങ്ങളുടെ സാഹചര്യങ്ങളാൽ കൊടും കുറ്റവാളികളാക്കപ്പെട്ട ഈ കമിതാക്കൾ നിയമവ്യവസ്ഥയോടുള്ള കടുത്ത പ്രതിഷേധം, അവരോടുള്ള പ്രതികാരം നിറവേറ്റി എന്ന സംതൃപ്തിയോടെ ക്ലൈഡ് ബാരോയും അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം അറിഞ്ഞ് അയാളെ പ്രണയിച്ച ബോണി പാർക്കറും തൻ്റെ കുറേ മനോഹരമായ കവിതകളും ഈ മണ്ണിൽ അവശേഷിപ്പിച്ചിട്ട് ചുണ്ടിൽ എരിയുന്ന സിഗാറും നീട്ടിപ്പിടിച്ച പിസ്റ്റോളുമായി പുഞ്ചിരിക്കുന്ന മുഖവുമായി നിൽക്കുന്ന ഒരു ചിത്രവും ജനമനസ്സുകളിലേക്ക് പകർത്തിയിട്ട് പരലോകത്തേക്ക് യാത്രയായി.